നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ ഇവിടെ അറിയാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണ്. നിങ്ങൾക്കും യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് തരുന്നുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം കേട്ടോ. വീഡിയോയുടെ അവസാനം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ളൊരു റിച്വൽ പറയുന്നുണ്ട്. ആ ഒരു റിച്വൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ അവസാനം വരെ കേൾക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്, പേജ് ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്. നമുക്ക് റീഡിങ് നോക്കാം. ഇവിടെ യൂണിവേഴ്സിന് ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്, ഇവിടെ നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വേണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് എന്നാണ്. അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആക്ച്വലി ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കാണിക്കാൻ പാടില്ല. അതായത് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിൽ ഇരിക്കരുത്, നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിളിക്കാതിരിക്കരുത്, നിങ്ങൾ സ്നേഹം കൊടുക്കാതിരിക്കരുത്. എല്ലാം ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും വേണം. പക്ഷേ ആ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കും, നോ കോണ്ടാക്റ്റിൽ വെക്കും, ബ്ലോക്ക് ചെയ്യും, എല്ലാ തോന്നിയ ദിവസവും ആ വ്യക്തി നിങ്ങളടുത്ത് കാണിക്കും. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഇമാതിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാവും. നിങ്ങളെ വിളിച്ചിട്ട് ചീത്ത വിളിക്കും, വഴക്കിടും, അങ്ങനെ തോന്നിയ കാര്യങ്ങളും എല്ലാം പറയും. അതാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കേണ്ട എന്താണ്, നിങ്ങളെപ്പോഴും ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകണം. ഒന്നെങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യണം. അതായത് ആ ഒരു വ്യക്തിക്ക് എപ്പോഴും തോന്നൽ വേണം, നിങ്ങൾക്ക് അവരെ വേണം, അവരില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതെപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അത് വേണം. അതുകൊണ്ട് നിങ്ങളെ ഇവിടുന്ന് കളയുന്ന കാര്യം അതായത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ ഒരു ബ്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അവരൊരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് പക്ഷേ നിങ്ങളല്ലാണ്ട് മറ്റേതോ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായോ? അതായത് അവർക്ക് നിങ്ങളെയും ആ ഒരു വ്യക്തിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഏതിനെ തിരഞ്ഞെടുക്കണം എന്ന് അവർക്ക് അറിയത്തില്ല. അതായത് മറ്റേതിനെയും കളയാൻ പറ്റുന്നില്ല, നിങ്ങളെയും കളയാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളെയാണ് വളരെ മോശപ്പെട്ടിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് അപ്പുറത്തുനിന്ന് സൈഡിൽ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ലൈക്ക് അത് സാമ്പത്തികമാവാം, സന്തോഷം, സുഖങ്ങൾ, എന്തൊക്കെയോ അവർ ഒരു സുഖത്തിൻ്റെ പിന്നാലെ പോയി ഒരു ഫാൻറ്റസി വേൾഡിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം അവർക്കാണെങ്കിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, യാത്രകൾ പോകണം. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ആ മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞില്ല, അതിനെ നമുക്ക് തേർഡ് പാർട്ടി എന്ന് വിളിക്കാം. ആ ഒരു തേർഡ് പാർട്ടിക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഇപ്പോൾ ഒരു ട്രാവൽ, യാത്ര, ദൂരെയൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതെല്ലാം കൊടുക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്ന തേർഡ് പാർട്ടിക്കായിട്ടാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം നോക്കുവാണെങ്കിൽ വളരെ സ്നേഹം, സന്തോഷം, ഒരു രീതിയിലും തേർഡ് പാർട്ടി ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, അവരടുത്ത് വഴക്കുണ്ടാക്കുന്നില്ല. കംപ്ലീറ്റ് ഫ്രീഡമാണ് ഈ തേർഡ് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം അവരാദ്യമൊക്കെ വിചാരിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു വ്യക്തിയെ അതായത് അവർ നിങ്ങളെപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടും വഴക്കിട്ടിട്ടും ഒക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവരില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവരെ വേണം, കാല് പിടിച്ച് അപേക്ഷിക്കും. നിങ്ങളെ വിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിക്കും. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറയും. എന്ത് ത്യാഗം വേണമെങ്കിലും നിങ്ങൾ സഹിക്കാമെന്ന് പറയും ഈ ഒരു വ്യക്തിയുടെ അടുത്തേ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അതൊക്കെ കേട്ടിട്ട് അവരങ്ങ് വിശ്വസിച്ചു. അവർ വിചാരിച്ചിരുന്നൊരു കാര്യമുണ്ട്, അവരുടെ മനസ്സിൽ അത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അവരെ വേണം,
അവരെന്ത് തോന്നിവാസം എന്ത് വൃത്തിയിട്ട പരിപാടി കാണിച്ചാലും നിങ്ങൾ ഇതേ പോളിസി തന്നെ ആയിരിക്കും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ ആ ഒരു കാൽക്കുലേഷനിൽ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറേ തവണ ഇവരിങ്ങനെ കാണിച്ച സമയത്ത് നിങ്ങൾ ഇടയ്ക്കൊന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിച്ചു. ഇടയ്ക്കെന്നല്ല, നിങ്ങളും അവരെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാണ്ട് ഒന്ന് വിട്ടു നിന്ന്, മനസ്സിലായോ? ഒന്ന് ഡിറ്റാച്ച്ഡ് ആയപ്പോഴത്തേക്ക് അവർക്ക് ഭയം വന്നു തുടങ്ങി. അതായത് ഇവർക്ക് എപ്പോഴും എന്താ പറയേണ്ടത്, നിങ്ങളെപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കണം. പക്ഷെ അവർക്ക് അവൈലബിൾ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോഴും ഇവരെ വേണം 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 എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ അവരുടെ ആ ഒരു ധാരണ തെറ്റിയ സമയത്ത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ വിളിച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇനി വരുന്ന സമയത്ത് എന്താണ് ഒരു തീരുമാനം, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും നിങ്ങൾ എന്ത് കാര്യത്തിലാണോ വേദനിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായോ? ആ ഒരു വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കുന്ന പല കാര്യങ്ങളും ആവാം. അവരുടെ ജീവിതത്തിൽ തന്നെ താളം തെറ്റിച്ചിട്ടുള്ള പല കാര്യങ്ങളും ആവാം. എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, ചിലതൊന്നും അവർക്ക് വേണ്ട, അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താണ് അതൊന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്തായിരിക്കും അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കാർഡിലല്ല, ഞാൻ എക്സ്ട്രാ കാർഡ് എടുക്കുന്നുണ്ട്. എന്തായിരിക്കും അവർ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞപ്പം അവർക്ക് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ആരോ ഉപേക്ഷിച്ച, അതായത് ആരുടെയോ തലയിലിരിക്കേണ്ട ഭാരം ഇവർ ചുമക്കുന്ന ഒരു തോന്നൽ ഇവർക്ക് വരും. അപ്പോൾ ആ ഒരു ചുമക്കുന്ന ഭാരത്തെ എന്താണോ അത് ഇറക്കി വയ്ക്കാൻ അവർ തീരുമാനിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അവരൊരു തീരുമാനം, അവർ വിലപ്പെട്ടൊരു തീരുമാനം എടുത്തിട്ട് വേണ്ട, ആ ഒരു സിറ്റുവേഷൻ ഇനി അവർക്ക് വേണ്ട, അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് മൂവ് ഓൺ ആവണം എന്നുള്ളൊരു തോന്നൽ അവർക്കിവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതായത് തേർഡ് പാർട്ടി ഏത് വ്യക്തി കാരണമാണോ നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ, നിങ്ങളുടെ വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളാവട്ടെ, അവരുടെ ഇടയിൽ പ്രശ്നമായത് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള കംപ്ലീറ്റ് ശല്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥയാണ് കാണുന്നത്. അതൊരിക്കലും ഇവരുടെ മനസ്സിൽ തോന്നിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ശല്യങ്ങൾ നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തി ഒരുപാട് ട്രാപ്പിലാവാനുള്ള സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തി ഒരുപാട് ശല്യം നേരിടുക, ട്രാപ്പിലാവുക, അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുക, അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥ വരിക, അവർ പല ആൾക്കാരുടെ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ വരിക. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ ചിലപ്പോൾ ദൂരെ മാറി നിന്ന് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഒരു ലക്ഷറി അനുഭവിക്കുന്ന ഒരവസ്ഥയായിരിക്കും, ഒരു സുഖഭോഗങ്ങളുടെ പിന്നാലെ പോകുന്നൊരവസ്ഥ. പക്ഷേ അവർക്ക് വല്ലാത്തൊരു സ്റ്റേജ് ഇപ്പോൾ വരാൻ കിടക്കുകയാണ്. അതിന് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ആ സ്റ്റേജ് എന്ന് പറയുന്നത് അവരിപ്പോൾ എന്താണോ അഹങ്കരിച്ചത്, ആ അഹങ്കാരത്തിനൊക്കെ അവർക്ക് പണി കിട്ടുന്ന സ്റ്റേജാണ്. അവരുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുമ്പിൽ ഒരുപാട് ചോയ്സ് വരുന്നുണ്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാം. അവരതിനെല്ലാം ചൂസ് ചെയ്തെല്ലാം വേണം, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വേണം, എല്ലാം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോയിട്ട്, താൽക്കാലിക സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ട് ആ സുഖം മാത്രം നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ കൊടുക്കും. അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, അതായത് ഈ തേർഡ് പാർട്ടിയൊക്കെ അവർക്കൊരു ലാസ്റ്റ് ഒരു ഭാരമായിട്ട് തന്നെ തോന്നും കേട്ടോ. കുറേ ആൾക്കാരുടെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര ജോലി തിരക്കാണ്, ഈ ജോലി കാരണം നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടായി, ഈ ജോലി കാരണം പ്രശ്നം ഉണ്ടായതിന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഈ ജോലി കാരണമാണ് പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ
ഇത്രയും തിരക്കുള്ള ജോലിയൊക്കെ നിങ്ങളുടെ വ്യക്തി മിക്കവാറും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കുറേ വേദനകളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ നടക്കുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് വേദനകളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് അവർ എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് തന്നെ അവർ വന്ന് പറയും നിങ്ങളെ അവർക്ക് ലൈഫിലേക്ക് വേണം. ചെയ്തു പോയ കാര്യത്തിനെല്ലാം തെറ്റ് നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് തന്നെ അവർ ക്ഷമ ചോദിക്കും കേട്ടോ. കാല് പിടിച്ച് ക്ഷമ ചോദിക്കും. അത്രയ്ക്ക് തെറ്റ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ഇവർ മുട്ടുകുത്തിയിരുന്ന് കാല് പിടിച്ച് തന്നെ മാപ്പ് ചോദിക്കും. പുതിയൊരു ലൈഫ് നിങ്ങൾ തമ്മിൽ സ്റ്റാർട്ടാക്കുന്നതാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉള്ളൊരു ഗൈഡൻസ് അത് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം, വേണ്ടെങ്കിൽ ക്ഷമിക്കണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക. ഇനി ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കരുത്. കാരണം ചെയ്യാത്ത തെറ്റിനൊക്കെ ഒരുപാട് പഴി നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കുറ്റം പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ. ഒരുപാട് ഈ വ്യക്തി ഉണ്ടല്ലോ, ഒരു സൈക്കോ ആയിരുന്നു കുറച്ച് നാൾ. സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു സൈക്കോ. അനാവശ്യമായിട്ടൊക്കെ ഒരുപാട് വന്നിട്ട് ചീത്ത വിളിക്കുക, വായി തോന്നിയത് പറയും. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുടെ വിചാരം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം പെങ്ങൾ അല്ലെങ്കിൽ അവരുടെ അമ്മയൊക്കെ ഭയങ്കര പതിവ്രത. അവരങ്ങ് ഭയങ്കര പതിവ്രതയാക്കിയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടങ്ങ് താഴ്ത്തി സംസാരിക്കുമായിരുന്നു. മനസ്സിലായോ? അതായത് നിങ്ങളെ ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വൃത്തികെട്ട ആൾക്കാർ നിങ്ങൾ എന്നുള്ള രീതി നിങ്ങളോട് സംസാരിക്കും. ഏറ്റവും വലിയ പതിവ്രത അവരുടെ അമ്മ, അവരുടെ പെങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇൻലോസ്, അതായത് നിങ്ങളുടെ ഇൻലോസ്, അതായത് അവരുടെ സഹോദരങ്ങൾ, ഏറ്റവും നല്ലവർ അവർ. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തില്ലാത്ത എല്ലാ ചീത്തയായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ. അങ്ങനത്തെ രീതിയിലൊക്കെയായിരുന്നു നിങ്ങളെ അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം വഴക്കിട്ടുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെയാണ് വൃത്തികേടാണ് നിങ്ങളെ പറഞ്ഞത് എന്നുള്ളത്. അതൊരിക്കലും മറക്കരുത്. നിങ്ങളുടെ അടുത്ത് എത്ര ഒന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും പാഠങ്ങളും ഒരിക്കലും മറക്കാതിരിക്കുക. ക്ഷമിക്കാം, അത് നിങ്ങൾക്ക് ക്ഷമിക്കാതിരിക്കാം, അത് നിങ്ങളുടെ തീരുമാനം. പിന്നെ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. മനസ്സിലായോ? ഇനി ഇപ്പം തൊട്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഇനി ആരൊക്കെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളെ തകർക്കാൻ നോക്കിയാലും തളർത്താൻ നോക്കിയാലും നിങ്ങളൊരിക്കലും തളരില്ല. ആ ഒരു തീരുമാനം എടുക്കുക. എന്തൊക്കെ വന്നാലും ഭയങ്കര നല്ല ബോൾഡായിട്ട് ഫേസ് ചെയ്യും. ഒരു കാര്യം പിന്നെ അടുത്തത് മനസ്സിലാക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ശരീരം മാത്രമാണ് നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ ആ ശരീരത്തെ ഒരു അമ്പലമായി കണ്ടിട്ട് ടേക്ക് കെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയുള്ളൂ. പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരമാണ് ചെയ്തു തരുന്നത്. നിങ്ങളൊന്ന് വയ്യാണ്ട് കിടപ്പായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം വേറെ ആര് ചെയ്യും? നിങ്ങളല്ലാണ്ട്. ആലോചിച്ചിട്ടുണ്ടോ? ഈ ചുറ്റിനും നിൽക്കുന്നവരുടെ എല്ലാവരും, നിങ്ങൾക്കൊരു വലിയ പ്രശ്നം വന്നപ്പം ഈ ചുറ്റിനും നിൽക്കുന്ന എല്ലാവരും ആരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് മനസ്സിലാക്കി തന്നതാണ്. ആ മനസ്സിലാക്കി തിരക്കം എന്ന് പറയുന്നത് ഒരു വലിയൊരു ലെസണായിട്ട് എടുക്കുക. നിങ്ങൾ മാത്രമാണ് സ്വന്തം. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ ജീവിതം നോക്കുന്നത്, നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് നിങ്ങളുടെ തീരുമാനത്തിലായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ജീവിതം എഴുതാൻ മറ്റൊരാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കരുത്. അതാണ് ഇവിടെ യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ്. ഇനി അടുത്തത് നമുക്ക് ഒരു റിച്വൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയം നിങ്ങൾ ഫോണൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് മതി. കുറേ ആൾക്കാർ രാത്രി ഇവിടെ ഫോൺ നോക്കാറില്ലേ, റീൽസും ഒക്കെ കാണാൻ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും വേണ്ട, നിങ്ങൾക്ക് പേനയോ പേപ്പറോ ഒന്നും വേണ്ട. ഇത് നിങ്ങളുടെ പില്ലോ ഇല്ലേ, ഉറങ്ങുന്ന തലകാണിയിൽ മുകളിലായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം എഴുതി വയ്ക്കുക. കൈ കൊണ്ട് എഴുതി വെക്കുക. ഈ കൈ കൊണ്ട് എഴുതുമ്പോഴത്തേക്ക് ഇത് മനസ്സിലും പറയുക, ഒരു പുഞ്ചിരിയോടുകൂടി വേണം പറയാൻ. എന്നിട്ട് ഈ എഴുതി വെച്ച കാര്യം എന്താണോ, നല്ല കാര്യങ്ങൾ വേണം കേട്ടോ എഴുതി വെക്കാൻ. മറ്റൊരാൾക്ക് ദോഷം വരുന്നൊന്നും എഴുതി വെച്ചേക്കല്ലേ. അങ്ങനെയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ആപത്തായിട്ടും ദോഷമായിട്ടും തന്നെ ഭവിക്കും. അങ്ങനെ ദോഷം വരുന്ന ഒന്നും എഴുതി വെക്കാതിരിക്കുക. നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക.
നിങ്ങൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് ദോഷം വരുന്നതായിരിക്കരുത്. അല്ലെങ്കിൽ അത് തിരിച്ചടി കിട്ടും. എഴുതി വെച്ചതിന് ശേഷം എന്താ ചെയ്യുക? നിങ്ങൾ ഉറങ്ങത്തില്ലേ? അപ്പോൾ ഈ എഴുതി വെച്ച കാര്യങ്ങൾ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ് ഉറങ്ങുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ചെയ്യാം. നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ ചെയ്യാം. നിങ്ങളുടെ ഇപ്പോൾ കുറേ ആൾക്കാർ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നവരാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. എന്നും വഴക്ക്, എന്നും ഉപദ്രവം, മാനസികമായിട്ട് സങ്കടം, കരച്ചിൽ. എന്നാണ് നിങ്ങളുടെ വ്യക്തി ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അവർ നിങ്ങളുടെ അടുത്തൊരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. അവർ നിങ്ങളെ കോൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പേരും നക്ഷത്രവും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് പൂജിച്ച് തയ്യാറാക്കി തരുന്നതാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്. പിന്നെ തേർഡ് പാർട്ടി, ലൈഫിൻ്റെ ഇടയിൽ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരിയായ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്, തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. ഇതും കസ്റ്റമൈസ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. കരിയർ ബ്ലോക്കേജ് മാറാനുള്ള ബ്രേസ്ലെറ്റ്, മണി അട്രാക്റ്റ് ചെയ്യാനുള്ള ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് എനർജി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്. ഇതെല്ലാമാണ് തയ്യാറാക്കി തരുന്നത്. കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ക്ഷമയോടുകൂടി ചെയ്യണം. അതൊക്കെ റിസൾട്ട് കിട്ടുന്ന കാര്യമാണേ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതെല്ലാം ഒന്ന് അനുസരിച്ചാൽ മതി. ബ്രേസ്ലെറ്റ് ഇപ്പോൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. ബ്രേസ്ലെറ്റ് വാങ്ങാനും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.